നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോസേജ് ചില്ലി. ഞങ്ങൾ അവിടെ ശരിയായിട്ട് ഞാൻ വരുമ്പോൾ നാട്ടിൽ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാറുള്ള സോസേജ്, ചെറിയ സോസേജ് കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ട് ചില്ലി ഉണ്ടാക്കി മരം പറ്റിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാം, അത് ഒരു ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക്. സോസേജ് സാധ്യത നമുക്ക് ഒരു ചെറിയ പാക്കറ്റ് 1/2 കിലോൻ്റെയാണ്. നമുക്കിത് ഇതുകൊണ്ട് ചില്ലി ഉണ്ടാക്കാം. എങ്ങനെ ചില്ലി ഉണ്ടാക്കാമെന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് റൗണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോലെ. അപ്പോൾ നമ്മുടെ എണ്ണ ഓൾറെഡി ചൂടായി കിടക്കാണ്. അപ്പോൾ നമുക്ക് നേരെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അധികം ഫ്രൈ ആവരുത്. അപ്പോൾ ഏകദേശം നമ്മുടെ സോസേജ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി. അപ്പോൾ നമ്മുടെ സോസേജ് ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി എടുക്കാം. നന്നായിട്ട് ബോയിൽഡ് ആയിട്ടുണ്ട്. ചില്ലി സോസേജ് വേണ്ട ഒരു 4 സബോള, അതേപോലെ തന്നെ 2 ക്യാപ്സിക്കം, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചുള വെളുത്തുള്ളി, അതുപോലെ തന്നെ 4 പച്ചമുളക്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണേ. മതി. ലാസ്റ്റ് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊണ്ടൊക്കെ പോരും. അല്ലെങ്കിൽ ഭയങ്കര നന്നാക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മുടെ ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിനധികം നേരെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഓക്കെ അല്ലേ. അപ്പം നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് നമുക്ക് അതിനധികം കട്ട് ചെയ്ത സബോളയും ക്യാപ്സിക്കം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടാ. ഞാൻ അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചില്ലിക്ക് വേണ്ട ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതിനധികം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ കാശ്മീരി ചില്ലി ഒരു കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് ഒരു ടീസ്പൂൺ വേണ്ട. സോസ് സോയാബീൻ സോസ് മിക്സ് ആക്കാം. ടൊമാറ്റോ സോസ്,
ആദ്യം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിൽ കട്ട് ചെയ്തിടാം നമുക്ക്. മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. അതിനകത്ത് വേണ്ടത് സല്ലറിയോ സ്പ്രിംഗ് ഓണിയൻ ആണ്. നമ്മുടെ കയ്യിൽ അതില്ല, മല്ലിയില മാത്രമേ ഉള്ളൂ. നമ്മൾ മല്ലിയില അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സോസേജ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്. പൊറോട്ടയുടെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ഫ്രൈഡ് റൈസ് ആയാലും ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് എടുക്കട്ടെ രക്ഷണം. എങ്ങനെയുണ്ടോ? ആ നല്ല ടേസ്റ്റ് ഉണ്ടാ. അപ്പോൾ നമ്മുടെ പൊറോട്ടയും സോസേജ് ചില്ലിയും അടിപൊളിയാണ്. നോക്കൂ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ. പൊറോട്ട വേണോ? കറി വേണോ? നിങ്ങൾക്ക് കറി വേണോ? കുറച്ചിട്ടോ? എങ്ങനെയുണ്ട്? കഴിച്ചു കഴിച്ചു.